الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وويل للمشركين الذين لا يؤتون الزكاة وهم بالآخرة هم كافرون സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും കഴിവിൽ പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒറ്റവാക്കിൽ എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ സ്വഹാബികൾക്ക് ഒരു രംഗം കാണിച്ചു കൊടുത്തു. ഒരു യാത്രക്കാരൻ, ദീർഘമായ യാത്രയുടെ അടയാളം അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹം പള്ളിയിൽ നിന്ന് സുന്നത്ത് നമസ്കരിച്ച് രണ്ട് കൈയും ഉയർത്തി യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ എന്ന് വിളിച്ച് അവരുടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ. ആ രംഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് കാണിച്ചു കൊടുത്തു. കണ്ണ് കുളിർമയേകുന്ന രംഗമാണ്. പള്ളിയിൽ നിന്ന് അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച ചോദ്യം ഫഅന്നാ യുസ്തജാബു ലഹു, അയാളുടെ പ്രാർത്ഥന എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കുക? എന്താ കാര്യം? അയാളുടെ വസ്ത്രം ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്, വീടും വാഹനവും മുഴുവൻ ഹറാം. ഹറാമായ സമ്പാദ്യമാണ് കയ്യിലുള്ളത്. ആ ഹറാമായ സമ്പാദ്യവുമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ എത്രമേൽ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? അയാളുടെ പ്രാർത്ഥന എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കുക? പരിശുദ്ധ റമളാനിലാണ് നമ്മളുള്ളത്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് നോമ്പിന്റെ ഉദ്ദേശം. ആത്മാവിനെ ഇബാദത്ത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഭക്തി കൊണ്ടും ശുദ്ധീകരിക്കണം. അതോടൊപ്പം വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ശുദ്ധീകരണമാണ് ധനപരമായ സാമ്പത്തിക രംഗത്തെ ശുദ്ധീകരണം. സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നോ വളർച്ച എന്നോ ആണ്. എന്താണ് റമളാനും സക്കാത്തും തമ്മിലുള്ള ബന്ധം? പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റമളാൻ ആവുമ്പോൾ വിശ്വാസികളെ ഈ സക്കാത്തിന്റെ വിഷയത്തെ ഓർമ്മപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സ്വാഭാവികമായി നമ്മുടെ നാടുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോധം റമളാൻ മാസത്തിലാണ് പലരും സക്കാത്തിനെ പറ്റി ആലോചിക്കുക എന്നതാണ്. രണ്ട് തരം ജിഹാദ്, പരിശ്രമം സ്വർഗപ്രവേശനത്തിന് അനിവാര്യമാണ്. ഒന്ന് സമ്പത്ത് കൊണ്ടുള്ള ജിഹാദാണ്, മറ്റൊന്ന് ശരീരം കൊണ്ടുള്ള ജിഹാദാണ്. ഈ രണ്ട് രംഗത്തുമുള്ള പരിശ്രമം
സ്വർഗപ്രവേശനത്തിന് ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് 40-ലധികം സ്ഥലങ്ങളിൽ ഖുർആൻ നമസ്കാരത്തോട് ചേർത്ത് പറഞ്ഞത് സക്കാത്തിനെയാണ്. നമ്മൾ സാധാരണ നിസ്കാരം നോമ്പും ഒക്കെ ഉള്ള നല്ല ആളാന്നാ പറയാ. നമസ്കാരവും നോമ്പും എന്നത് ഖുർആനിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല. നമസ്കാരവും സക്കാത്തും എന്നാണ്. ഒന്ന് ഇബാദത്ത് കൊണ്ടുള്ള ആത്മീയമായ പരിശുദ്ധിയാണെങ്കിൽ മറ്റൊന്ന് ധനപരമായ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടുള്ള സാമ്പത്തിക രംഗത്തെ വിശുദ്ധിയാണ്. രണ്ടും പരമപ്രധാനമാണ്. സമ്പത്തിന് ഖുർആൻ ഉപയോഗിച്ച പദം മാലുന്ന. മാല എന്ന വാക്കിന്റെ അർത്ഥം ഒരു ഭാഗത്തേക്ക് അല്പം ചായ്വ് കാണിച്ചു എന്നാണ്. സമ്പത്തിനോട് എല്ലാവർക്കും ഒരു ചായ്വ് ഉണ്ടാവും. അത് മൗലവി ആണെങ്കിലും ആരാണെങ്കിലും ആർക്കും ഉണ്ടാവും. അതാണ് സമ്പത്ത്. ആ സാമ്പത്തിക രംഗത്തെ പ്രധാനപ്പെട്ട ബാധ്യതകളെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാനധർമ്മത്തിന് സ്വദഖ എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വദഖ എന്ന വാക്കിന്റെ അർത്ഥം സത്യപ്പെടുത്തുകയാണ്. അവനവന്റെ ഈമാനെ സത്യപ്പെടുത്തുന്ന പ്രവർത്തനമായിട്ടാണ് ഇസ്ലാം ദാനധർമ്മത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് സ്വദഖ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. 2 തരം ശുദ്ധീകരണവും സ്വർഗപ്രവേശനത്തിന് അനിവാര്യമാണ് എന്നർത്ഥം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ അർബഇൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ പ്രവാചക വചനമാണ്. 4 കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ 5 കാര്യങ്ങളെ പറ്റി ചോദിച്ച് അതിന് കൃത്യമായി മറുപടി പറയാതെ ഒരു മനുഷ്യനും തന്നെ അള്ളാന്റെ മുമ്പിൽ കോടതിയിൽ ഒരു കാല് വിരല് അനക്കാൻ കഴിയില്ല. മറുപടി പറഞ്ഞേ പറ്റൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സമ്പത്ത് എവിടുന്ന് വന്നു, എവിടെ ചെലവാക്കി എന്നതാണ്. വരവ് അനധികൃതമാകണം. അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് പോലും അനധികൃതമായി സമ്പത്ത് കുവിഞ്ഞുകൂടിയാൽ ED അന്വേഷിക്കാൻ വരും. ഭൗതിക ലോകം പോലും സാമ്പത്തിന്റെ വരവ് അനുവദനീയമാവണം, അല്ലെങ്കിൽ നിയമവിധേയമാകണം എന്ന് കൽപ്പിക്കുമ്പോൾ ഇസ്ലാമും വളരെ കർശനമായിട്ട് കൽപ്പിച്ചു ഹലാലാവണം. യാതൊരു സംശയമില്ല. അതിന്റെ വിനിമയമോ അതിനെപ്പറ്റി ദൂർത്തടിച്ചാൽ ഗവൺമെന്റുകൾക്കൊന്നും അന്വേഷണം വരും, അള്ളാന്റെ അടുക്കൊന്നും വരും. അപ്പൊ വരവും ചെലവും അള്ളാനോട് പറയാവുന്ന രൂപത്തിൽ ശുദ്ധമായിരിക്കണം. സാമ്പത്തിക രംഗത്ത് 5 ബാധ്യതയാണ് ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. 1 സക്കാത്താണ്, 2 സ്വദഖയാണ്, 3 കടമാണ്, 4 സഹായമാണ്, 5 വസിയ്യത്താണ്, 6 വിറാസത്ത് അനന്തരാവകാശം. ഈ 6 രംഗത്ത് കൂടെ കടന്നു പോകണം സാമ്പത്തിക മേഖല. നമുക്കറിയാം സക്കാത്ത് എന്നത് നോമ്പ് നിർബന്ധമാക്കുന്നതിന്റെ മുമ്പ് ഇസ്ലാം നിർബന്ധമാക്കിയതാണ്. ഒരു മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അത് മുഅ്മിനാണെങ്കിൽ കാനത്തി സ്വലാത്തു ഇൻദ റഅസിഹി, ഫർളായ നമസ്കാരം അതിന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും. സക്കാത്താണ് വലത് ഭാഗത്ത് വന്ന് നിൽക്കുക. എന്തിനാണെന്നറിയോ? വലത് ഭാഗത്തൂടെ ഖബർ ശിക്ഷ വരുമ്പം മാ ഇൻദി മദ്ഖൽ, ഇതിലെ പ്രവേശിക്കാൻ പറ്റൂല. ഇയാളുടെ സ്വർണത്തിന്റെയും ശമ്പളത്തിന്റെയും പെൻഷന്റെയും പ്രൊവിഡൻ ഫണ്ടിന്റെയും അടക്കയുടെയും തേങ്ങയുടെയും റബ്ബറിന്റെയും വാടകയുടെയും എല്ലാ കൃത്യമായ കണക്ക് നോക്കി സക്കാത്ത് കൊടുത്ത ആളാണ്. അതുകൊണ്ട് വലത് ഭാഗത്തൂടെ ഖബർ ശിക്ഷക്ക് ഖബറിലേക്ക് പ്രവേശിക്കാൻ സക്കാത്ത് സമ്മതിക്കൂല. വലത് ഭാഗത്ത് വന്ന് നിൽക്കേണ്ടത് സക്കാത്താണ്. സ്വദഖ എന്നത് ഇത് പ്രത്യേകിച്ച് ഷഹറുൽ മുവാസാത്താണ്. പരസ്പര സഹായം വ്യക്തികളും കുടുംബങ്ങളും സ്ഥാപനങ്ങളും പ്രദേശങ്ങളും ആഗ്രഹിക്കുകയും അന്വേഷിച്ച് വരികയും ചെയ്യുന്ന മാസമാണ്. അതുകൊണ്ടാണ് ആ മാത്രം പേരിട്ടത്. അപ്പൊ എന്ത് ചെയ്യണം? സദഖ കൊടുക്കണം. സഹോദരന്മാരെ, നമ്മളൊരു ഹോട്ടലിൽ കയറിയാൽ അല്പം മെച്ചപ്പെട്ട ഉയർന്ന നിലത്തിലുള്ള ഒരു ഹോട്ടലാണെങ്കിൽ ആ ഭക്ഷണം കൊണ്ടുപോയി വെച്ചാക്ക് ഒരു ടിപ്സ് കൊടുക്കൂല ജനങ്ങൾ. എന്തിന്റെ കാര്യമുള്ളത്? അതൊക്കെ നമ്മളെ കൊടുക്കില്ലേ? ഉണ്ട്. എന്നാലും നമുക്കൊരു സേവനം ചെയ്യുന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ പൈസ 5-10 ഉറുപ്പ്യ അല്ലെ ബാക്കി കിട്ടാനുള്ള ചില്ലറ പൈസയെങ്കിലും അത് ടിപ്സ് ആയിക്കോട്ടെ എന്ന് പറയാറില്ലേ? എങ്കിൽ നമ്മുടെ പള്ളികൾ വൃത്തിയാക്കുന്ന, നമ്മുടെ പള്ളിയിൽ ബാങ്കി കൊടുക്കുന്ന, നമ്മുടെ പള്ളിയിലെ ഹൗദ് വൃത്തിയാക്കുന്ന, മൂത്രപ്പാത്തി കഴുകുന്ന, നമ്മുടെ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് അധ്യാപകരുണ്ട് നമ്മുടെ നാട്ടിൽ.
അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടാവാം. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്തൊക്കെ വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന അവരുടെ വീട്ടിലെ അവസ്ഥ എന്താ നമ്മളറിയോ? ഇങ്ങനെ റമദാനിൽ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സംഭാവന അവർക്ക് കൊടുത്താൽ അതുകൊണ്ടായിരിക്കും അവരുടെ അടുക്കള ജോലിയോ, ഒരു ടൈൽസ് ഇടലോ, ഒരു വാർക്കലോ, കുട്ടിക്ക് ഡ്രസ്സ് എടുക്കലോ, കുട്ടി വിദ്യാഭ്യാസമോ കഴിയുക സംശയമില്ല. ആ മാസമാണിത്. അതാണ് സ്വതക്ക. അത് രണ്ടാമത്തെ ബാധ്യതയാണ്. മൂന്നാമത്തത് കടം. കടം ഒരുപക്ഷെ സ്വതക്കയേക്കാൾ പ്രതിഫലമുള്ള സന്ദർഭം വരും. നബിസല്ലാഹു പറഞ്ഞു കടത്തിന് സ്വതക്കയേക്കാൾ കൂലിയുണ്ട്. അതെങ്ങനെ കടത്തിന് സ്വതക്കനേക്കാൾ കൂടി ഉണ്ടാവുക? സ്വതക്ക ചിലപ്പോ ആവശ്യമില്ലാത്ത ആളെ കയ്യിലെത്തും. എന്നാൽ കടം വളരെ ബുദ്ധിമുട്ടുള്ള മനുഷ്യന്റെ കയ്യിലേക്കാണ് പൈസ എത്തുക. അതുകൊണ്ട് ചിലപ്പോ കടത്തിന് സ്വതക്കയേക്കാൾ പ്രതിഫലം ഉണ്ടാവും എന്ന്. ഒരു 100 റുപ്യ ഒരാൾക്ക് കടം കൊടുത്താൽ ഒരാഴ്ചക്കത്തെ അവധിക്കാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ആ ഒരാഴ്ച 50 രൂപ എല്ലാ ദിവസവും സ്വതക്ക ചെയ്ത കൂലി റഹ്മാനായ റബ്ബ് ആ കൊടുത്ത മനുഷ്യന്റെ അക്കൗണ്ടിൽ എഴുതുന്നു. ആലോചിക്കുക. ഒരു ആഴ്ച കഴിഞ്ഞു, അയാൾക്ക് തരാൻ പറ്റിയില്ല, ഒരാഴ്ച കൂടി അവർ നീട്ടിക്കൊടുത്തു. അപ്പൊ എന്താ കൂലി? പിറ്റത്തെ ഒരാഴ്ച എല്ലാ ദിവസവും 100 രൂപ സ്വതക്ക ചെയ്തവന്റെ കൂലി കൊടുത്തവന് രേഖപ്പെടുത്തുന്നു. ഇനി സംഖ്യ കുറച്ച് കൂടുതലുണ്ട്, അയാൾക്ക് ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എങ്കിൽ ഖുർആൻ എന്താ പറഞ്ഞത്? വിട്ടുവീഴ്ച കൊടുക്കണം. വിട്ടുവീഴ്ച വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാലോ സ്വർഗത്തിലൊരു ഭവനമാണ് ഇവനെ കാത്തു നിൽക്കുന്നത്. സഹോദരങ്ങളെ, അതാണ് കടം. ഔന് നന്നാ ഔന് സഹായം. ചിലപ്പോ പൈസക്കാരനെ സഹായിക്കേണ്ടി വരും. വെള്ളപ്പൊക്കം വന്നു, എന്റെ നാട്ടില് കോടാനക്കോടി രൂപ വരെയുള്ള സ്വത്തുള്ള ഒരു മനുഷ്യന് രാത്രി കടക്കാൻ വിരിപ്പ് നൽകിയത് ഞാനാ. കാരണം എന്താ അറിയോ? അയാളെ മുഴുവൻ വെള്ളത്തിന്റെ അടിയിലുള്ളത്. പണമുണ്ട്, ബാങ്കിലുണ്ട്, ശരിയാണ്, തൽക്കാലം കയ്യിലില്ല. ഔൻ സഹായം നൽകേണ്ടി വരും. വസിയ്യത്ത്, എന്റെ സ്വത്തോഹരി വെച്ചാൽ നിയമപരമായി കിട്ടാൻ വഴിയില്ലാത്ത, എന്നാൽ നോക്കാൻ ആളില്ലാത്ത വിധവകളോ ഭർത്താവ് മരിച്ചുപോയവരോ വിവാഹം കഴിക്കാത്തവരോ ആയ കുടുംബക്കാർ നമുക്കുണ്ടെങ്കിൽ അവർക്ക് വസിയ്യത്ത് ചെയ്യണം. ഞാൻ ജീവിച്ചിരിക്കെ എന്റെ മകൻ മരിച്ചാൽ മകന് സ്വത്തവകാശമല്ല, മകന് കുട്ടികളുണ്ടെങ്കിലോ അവർക്കുള്ളതാണ് വസിയ്യത്ത്. ഞാൻ മരിച്ചുപോയാൽ എന്റെ സമ്പത്ത് അനന്തരാവകാശി കൊടുക്കണം. അതാണ് ഈ വിറാസത്ത്, അനന്തരാവകാശം. ഇതൊക്കെ സാമ്പത്തിക രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സക്കാത്താണ്. ഖുർആനിൽ 3 ആയത്തുണ്ട്. ആ 3 ആയത്തിൽ ഓരോ ആയത്തിലും നമ്മൾ നിർവഹിക്കേണ്ട ഈ 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പൊ 6 കാര്യം 3 ആയത്ത്. ഈ 3 ആയത്തിനെ പറ്റി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, ആ ആയത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒരാൾ ചെയ്യുകയും മറ്റേ കാര്യം അയാൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ ചെയ്തതും അല്ലാഹു സ്വീകരിക്കൂല. ഒന്ന്, അനിഷ്കുർലി വലിവാലിദൈക, എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. അള്ളാഹ്ക്കും നന്ദി ചെയ്യണം, മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അള്ളാഹ്ക്ക് ചെയ്യേണ്ട നന്ദിയൊക്കെ പരമാവധി അയാൾ ചെയ്തു. മാതാപിതാക്കളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ അള്ളാഹ്ക്ക് അയാൾ ചെയ്ത നന്ദി അള്ളാഹ് സ്വീകരിക്കൂല. എത്രയോ കുടുംബത്തിലുണ്ട്. കഴിഞ്ഞ ആഴ്ച റമദാന്റെ മുമ്പ് എന്റെ നാട്ടിൽ പെണ്ണുകാണൽ നടന്നു. യുവാവിനോട് പെൺകുട്ടി ആദ്യം ചോദിച്ചത് എന്താ അറിയോ? വയസ്സായ അമ്മയും ബാപ്പി ഉണ്ടോന്നാ. ഉണ്ട്, എന്നാ എനിക്ക് ഇഷ്ടല്ല. ഇതാ നമ്മൾ വളർന്ന തലമുറ. പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ യുവാവിനെ കല്യാണം കഴിക്കാൻ തയ്യാറാവാത്ത കുട്ടികൾ വളർന്നു വരുന്ന മുസ്ലിം ഉമ്മത്തിൽ ഇവർക്ക് വയസ്സാവോ അതൊന്നും ചോദ്യമല്ല. ഇവരെങ്ങനെ ഉണ്ടായി ചോദിക്കരുത്. ഞമ്മക്കോല നോക്കാനാവൂല എങ്കിൽ അള്ളാഹ്ക്ക് ചെയ്ത നന്ദി അള്ളാഹ് സ്വീകരിക്കൂല. രണ്ടാമത്തതോ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം. ഖുർആനും സ്വീകരിക്കണം, സുന്നത്തും സ്വീകരിക്കണം. ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞ കുറെ ആളുകൾ ഒരു പ്രദേശം ഇവിടെ തൊട്ടടുത്തുണ്ട്. ഇന്നും ഉണ്ട് അതിന്റെ അനുയായികൾ കേരളത്തിന്റെ പല ഭാഗത്തും. എങ്ങനെ ഖുർആൻ അനുസരിച്ച് മാത്രം മുസ്ലിം ആവുക എനിക്കറിയില്ല. ഞാൻ അതിൽപ്പെട്ട ഒരാളോട് ഒറ്റ ചോദ്യം ചോദിച്ചു. ഖുർആനിൽ 2-ാമത്തെ സൂറത്തിന്റെ പേരെന്താ? അൽ ബഖറ. എവിടെ കിട്ടിയത്? ഖുർആനിലുണ്ടോ? മൂപ്പർക്ക് മറുപടി ഇല്ല. ഖുർആനിൽ 2-ാമത്തെ സൂറത്താണ് അൽ ബഖറ എന്ന് ആരാ പറഞ്ഞത്? ഖുർആനിലുണ്ടോ 2-ാമത്തെ സൂറത്തായി അൽ ബഖറ എഴുതണം? ഇതൊക്കെ വഹയ്യ, ഹദീസ.
ഖുർആൻ സ്വീകരിക്കാൻ കഴിയൂല. പക്ഷെ കുറെ ആളുകൾ അതിന്റെ പിന്നാലെ നടന്നു. അപ്പൊ എന്തായി? അയാൾ ഹദീസ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഖുർആൻ സ്വീകരിച്ചതും അള്ളാഹു സ്വീകരിക്കൂല. 3 അഖീമുസ്സലാഹ് വ ആത്തുസ് സക്കാ. നമസ്കാരം അതിന്റെ മുറപ്രകാരം അനുഷ്ഠിക്കണം. നമസ്കാരവും അതിന്റെ മുറപ്രകാരം അനുഷ്ഠിക്കണം. ഒരാൾ നിസ്കരിക്കാൻ പൈസന്റെ മുടക്കില്ലല്ലോ, ബാങ്ക് കൊടുക്കുമ്പോൾ വഴിയെത്തും. എന്നിട്ടോ സക്കാത്തിനെ പറ്റി പറഞ്ഞാൽ മൂപ്പരാ കുത്തുബ കേൾക്കുന്നില്ല എങ്കിൽ അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. എത്ര ഭയാനകമാണ്! സൂറത്തുൽ ഫുസ്സിലത്തിലെ ആയത്താണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. ആരാ മുശ്രിക്ക്? ബഹുദൈവ വിശ്വാസി. അതിനർത്ഥം തന്നെ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിച്ചവർ എന്നാണ് അർത്ഥം. 2 വിഭാഗം ആളുകളെയാണ് ഖുർആൻ മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിച്ചവർ, സ്വാഭാവികമാണ്, അതിന്റെ അർത്ഥം പോലെ തന്നെ. രണ്ടാമത്തെ എന്താ? വൈലുൽ ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങൾക്കാകുന്നു നാശം. അല്ലദീന ലാ യുതൂന സകാത്ത. അവരാരാന്നറിയോ? സക്കാത്ത് കൊടുക്കാത്തവരാണ്. സക്കാത്ത് കൊടുക്കാത്തവരെ ഖുർആൻ മുശ്രിക്ക് എന്നാ പറഞ്ഞത്. എന്റെ വിവാഹം ജനുവരി 27-നാ. പിറ്റത്തെ കൊല്ലം ജനുവരി 26-ന് ഞാനും എന്റെ ഭാര്യയും കൂടിയിരുന്ന് ഞാൻ ചോദിക്കാതെ പറയാതെ ഓളെ വാപ്പ ഓക്ക് സ്വർണം കൊടുത്തത് 10.5 പവനിൽ കൂടുതലാണെങ്കിൽ ആ സ്വർണത്തിന്റെ കൃത്യമായ പണം കൊടുക്കുക, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ പിറ്റത്തെ ജനുവരി 27 മുതൽ എന്റെ പേര് മുശ്രിക്കുന്ന ഒരു സംശയം ആർക്കും വേണ്ട. ആലോചിച്ചു നിങ്ങൾ, ആരാ കൊടുക്കല്? ഇക്കൊല്ലൊക്കെ കേരളത്തിലെ മുസ്ലിം പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, അവരൊക്കെ ഓരോ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുത്താൽ തന്നെ കമ്മിറ്റിക്കാർ കുഴങ്ങി പോകും. വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ വല്ലതും കിട്ടിയോ? 5 ലക്ഷം കിട്ടിയില്ലല്ലോ, കിട്ടൂല. സക്കാത്താണിത്. സ്വർണത്തിന്റെ വിലാന്ന് അള്ളാഹോട് പറയണ്ട. 1 ലക്ഷം അപ്പുറത്തെത്തി, 1 ലക്ഷം അപ്പുറത്തെത്തി സക്കാത്ത് കൊടുക്കാന്ന് ഖുർആൻ പറഞ്ഞോ? സ്വർണം ഉണ്ടോ? സക്കാത്ത് കൊടുക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണെന്നെ വിളിച്ചു. ഓളെ വീട്ടിൽ 30 പവൻ ആഭരണുണ്ട്. ബേജാറായി. ലക്ഷങ്ങളെ കൊടുക്കേണ്ടി വരിക. അപ്പൊ ആരോ ഒരു വെളു പറഞ്ഞു കൊടുത്തത് എന്താ അറിയോ? 3 പെൺകുട്ടികളുണ്ട്. 3ആക്കും കൂടി പൗപ്പത്ത് മനസ്സുകൊണ്ട് ഓരിച്ചു. മനസ്സുകൊണ്ട് ഓരിയൊക്ക ആ 10 ഓക്ക്, ഈ 10 ബക്ക്, മറ്റേ 10 ബക്ക് കൊടുക്കണ്ടല്ലോ. ലക്ഷത്തിലേ. എന്നിട്ടോ നിസ്കാരം വളരെ കൃത്യ. ആലോചിക്കുക സഹോദരന്മാരെ, എങ്ങനെ കൊടുക്കാണ്ടിരിക്കാൻ കഴിയുക എന്നാണ് ആലോചിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വളയിട്ട ഒരു സ്ത്രീ വന്നില്ല. ഒരു വളക്ക് ഇപ്പൊ എത്ര കട്ടി ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. 50 പവനൊന്നും ഉണ്ടാവില്ലല്ലോ. ചോദിച്ചില്ല അള്ളാഹു റസൂല്, മോൾ അതിന് സക്കാത്ത് കൊടുത്തണോ? ഇല്ല. എങ്കിൽ അതിന് പകരം നരകത്തിന്റെ ഒരു വള എനിക്ക് ഇട്ടെന്നാൽ നടക്കാൻ കഴിയോ? ഇല്ല റസൂലെ, ഊരിയാണ്ട് കൊടുത്തു. അത് സക്കാത്ത് മാത്രമല്ല, വള ഞാൻ കൊടുത്തു. എന്താ കാര്യം? പരലോകത്ത് അതാ കാത്തുക്കണം. മുശ്രിക്കീങ്ങൾക്കാവുന്നു നാശം. അല്ലദീന ലാ യുതൂന സക്കാത്ത. ഇനി നിങ്ങൾ ഒരാളെ വിളിച്ചിട്ട്, ഒരു ശരാശരി മുസ്ലിമിനെ വിളിച്ചിട്ട് ഈ 2025 സക്കാത്ത് കൊടുത്തോ എന്ന് ചോദിച്ചാൽ 2 മറുപടി ഉണ്ടാകുക. ഒന്നുകിൽ കൊടുത്തു, അല്ലെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അവനെ ഒന്നുകൂടെ എടുത്തു വെക്കുക. അല്ല, ഈ എൻ്റെ എല്ലാ വരുമാനവും പരിശോധിച്ച്, എൻ്റെ എല്ലാ ചെലവും പരിശോധിച്ച് ഒരു നിലക്കും നീ കൊടുക്കേണ്ടതില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണോ കൊടുക്കാത്തത്? അല്ല, പിന്നെ കൊടുത്തില്ല, അത്രേ ഉള്ളൂ. കൊടുക്കാക്കലാണല്ലോ എളുപ്പം. നീ കൊടുത്തു എന്ന് പറഞ്ഞോന്ന് അടുത്തേക്ക് വിളിക്കും. ഞാൻ എല്ലാ വരുമാനവും കൃത്യമായി പരിശോധിച്ച്, ചെലവ് പരിശോധിച്ച്, അതിന് സ്വർണത്തിന് ഇത്ര, ശമ്പളത്തിന് ഇത്ര, വാടകക്ക് ഇത്ര, പെൻഷന് ഇത്ര, എല്ലാം കണക്കാക്കി വളരെ കൃത്യമായിട്ടാണ് കൊടുത്തതെന്ന് വെച്ചാലോ? അതൊന്നുമില്ല. ഞാനൊരു സംഖ്യയോട് കൊടുത്തിക്കുക. അങ്ങനെ സക്കാത്തുണ്ടോ? മൗലവി, നിങ്ങൾ രാവിലെ സുബഹി നിസ്കരിച്ചോ? നിങ്ങൾ എന്നോട് ചോദിക്കുക. നിസ്കരിച്ചു. എത്ര റക്അത്തായിരുന്നു? അല്ല, പണ്ടൊക്കെ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കല്, ഇപ്പൊ റക്അത്തൊന്നും നോക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സുബഹി ഉണ്ടോ? ഇല്ല. അങ്ങനെ സക്കാത്തും ഇല്ല. വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് പറയാം, നെഞ്ചത്ത് കൈവച്ച് ഞാൻ സക്കാത്തായി കൊടുക്കേണ്ട മുഴുവൻ സംഖ്യയും അതിന്റെ വ്യവസ്ഥാപിതമായി കൊടുത്തിട്ടുണ്ട് എന്ന് സഹോദരന്മാരെ ആർക്കാ പറയാൻ കഴിയുക? സാമ്പത്തിക രംഗത്തെ വിശുദ്ധി. അതുകൊണ്ട് തന്നെ അള്ളാന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നതിനെ പറ്റി പറഞ്ഞ ആയത്തിലൊക്കെ ശരീരം കൊണ്ടുള്ള പരിശ്രമത്തെക്കാൾ മുന്തിച്ച് പറഞ്ഞത് സമ്പത്തുള്ള പരിശ്രമ. ബി അംവാലിക്കും അംഫുസിക്കും. സമ്പത്ത് കൊണ്ടും തടി കൊണ്ടും. തടി കൊണ്ട് എല്ലാവരും റെഡിയാ, പക്ഷെ കീശ എന്നൊരു സാധനം അളകൂല. ഇവര് വിചാരിച്ച എന്താ അറിയോ?
ഇവരെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഈ മയ്യത്തിന്റെ പൊതിനെ കഫമ്പുടൊക്കെ ഉണ്ടല്ലോ, അതിൽ കീശ ഉണ്ടാവും. ATM കാർഡ് വെക്കാതിരുന്ന ഉണ്ടാവില്ല കേട്ടോ, ആരും വിചാരിക്കണ്ട. എന്റേത് എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? എനിക്ക് എന്റെ നാട്ടില് എന്റെ സമ്പാദ്യം 7500 റുപ്യാണ്. മൗലവിക്ക് 7500 റുപ്യ ഉള്ളൂ. എങ്ങനെ? അത് കബറിന്റെ പൈസ വേറെ ഏതാ നമ്മളുള്ളത്? എന്റെ കബർ ഒഴിക്കാനും ആ കബറിന്റെ ചെലവും അതിനുള്ള പൈസയും കൂടി കൂട്ടുമ്പോ 7500 റുപ്യ അത് നമ്മളതാ. ഞാട്ട് കീറിയതേ ഇന്റതാ. ഈ കുപ്പായൻ്റെത് കൊള്ളുന്നില്ല. ഇത് ഞാനാവൂല കഴിച്ചേക്കല്. ഞാൻ മരിച്ചാല് ഇത് ഇടാൻ പാകമുള്ളവരെടുത്ത് കൊണ്ടുപോകും. അപ്പൊ ഈ കുപ്പായ ആരതാ? ഓൻ്റെതാ. എന്റെ വണ്ടി എന്റേതല്ല, എന്റെ വാഹനം എന്റേതല്ല. എന്റേതേതാ? ഞാൻ ഇട്ടത്, കീറിയത്, ഞാൻ തിന്നത്, ഞാൻ ചെലവഴിച്ചത്. ഇത് വളരെ കുറവായിരിക്കും എല്ലാവർക്കും. കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുക. എങ്ങനെ എടുത്താലും 5-10 റുപ്യ അല്ലാതെ കീശയിൽ വരൂല. സഹോദരങ്ങളെ, സക്കാത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അതിനൊരു വ്യവസ്ഥാപിത രൂപമുണ്ട്. നിസ്കാരത്തിന് വ്യവസ്ഥാപിത രൂപത. ബാങ്ക് വിളിക്കുന്നു പള്ളിയിൽ, അവിടെ പോയി ഇമാമിന്റെ വേക്കുന്ന ഇമാമും ജമാഅത്തും നമസ്കരിക്കുക. അതാണ് ഇഖാമത്തു സ്വലാത്ത്. സക്കാത്ത് അവന് തോന്നിയ മാതിരിയ അല്ല. അതിനൊരു വ്യവസ്ഥാപിത രൂപമുണ്ട്. സക്കാത്ത് സെല്ലുണ്ടാവും, ഓലെ ഏൽപ്പിക്കണം, അവരെ ഏൽപ്പിക്കണം. അപ്പൊ ചില ആൾക്ക് സംശയം, ഇസ്ലാമിക ഭരണം വേണം, അതിന് മാത്രം ഇസ്ലാമിക ഭരണം വേണം. മദ്രസ നടത്താനോ? വേണ്ട. പള്ളി നടത്താനോ? വേണ്ട. വിവാഹം നടത്താനോ? സഹോദര, ഈ ഹുത്ബ നിർവഹിക്കേണ്ടത് ഞാനാണോ? ഖലീഫല്ലേ? ഖലീഫാണ്. നമുക്ക് ജുമ വേണ്ട. ഇസ്ലാമിക രാജ്യമല്ലല്ലോ, ഖലീഫല്ലേ ഹുത്ബ നടത്തേണ്ടത്. ഇവിടെ നരേന്ദ്രമോദി ഹുത്ബ നടത്തുവോ? മുഖ്യമന്ത്രി ഹുത്ബ നടത്തുവോ? ജുമ വേണ്ടാന്ന് ആരെ പറയോ? പറയൂല. ഇതൊക്കെ നമ്മൾ നടത്തുന്നുണ്ടല്ലോ, കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്. സക്കാത്തിന് മാത്രം ഇസ്ലാമിക ഭരണമാണ്. ആരെ പറഞ്ഞു? 19 വയസ്സായ മുആദ് റളിയല്ലാഹു അൻഹുവിന് യമനിലേക്ക് പറഞ്ഞേക്കുക. ദഅവത്തിന് പോണേ ഉള്ളൂ കേട്ടോ, ദഅവത്തിന് പോണേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള നാടാണ് യമൻ. ദഅവത്തിന് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെന്ന് ആദ്യം അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാലേ അവർക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. നിസ്കാരം തുടങ്ങിയാല് സക്കാത്ത് ഓരോണ്ട് അത് കൊടുക്കാൻ പറയുന്നതല്ല. നീ അവരിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കണം, നീ അവരിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്യണം. കണ്ടോ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെ. യമനിൽ ഇസ്ലാം എത്തിയിട്ടേ അല്ല, പോണേ ഉള്ളൂ, ദഅവത്തിന് പോണുള്ളൂ. അപ്പൊ ഇസ്ലാമിക ഭരണം മാത്രം കൊടുത്താൽ പോരാ. നമ്മൾ ഇസ്ലാമിക ഭരണമില്ലാത്ത രാജ്യത്ത് നമ്മുടെ മതപരമായ കാര്യങ്ങൾക്ക് മഹല്ലുണ്ടാക്കുന്നു, സ്ഥാപനമുണ്ടാക്കുന്നു, പള്ളി ഉണ്ടാക്കുന്നു. അതിനെല്ലാം ഒരു കമ്മിറ്റി മതിയെങ്കിൽ സക്കാത്തിനും ശേഖരിക്കാനും വിതരണം ചെയ്യാനും ഒരു കമ്മിറ്റി വേണം. അവരെയാണ് ഏൽപ്പിക്കേണ്ടത്, യാതൊരു സംശയമില്ല. അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടിവെക്കുന്നവർ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തു നിൽക്കുന്നത്. സമ്പത്ത് അള്ളാന്റെ അനുഗ്രഹം, നമ്മളെ കഴിവല്ല കേട്ടോ. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പാവപ്പെട്ട സഹാബികൾ വന്നിട്ട് ഒരിക്കലും പറഞ്ഞു, പ്രവാചകരെ, പൈസക്കാര് കൂലി മുഴുവൻ വാരി കൂട്ടുകയാണ്. ഞങ്ങൾ നിസ്കരിക്കുന്നു, ഓലും നിസ്കരിക്കുന്നു, ഞങ്ങൾ നോൽമ്പ് വയ്ക്കുന്നു, ഓലും നോൽമ്പ് വയ്ക്കുന്നു, ഒക്കെ നമ്മൾ ഈക്വലാ. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത സമ്പത്ത് ചെലവഴിച്ചിട്ടവർ സ്വർഗത്തിന്റെ പടവുകൾ നേടുന്നു. എന്താ ഒരു പരിഹാരം? അവരടുത്ത് എത്തൂലല്ലോ പരലോകത്ത് ഞങ്ങൾ. അപ്പൊ വിശ്വാസം പറഞ്ഞ് നിങ്ങൾ ബേജാറാണ്ട, നമസ്കരിച്ച് കഴിഞ്ഞ് ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചെല്ലിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് ചെല്ലി 100 പൂർത്തിയായിക്കോളി. അങ്ങൊക്കെ ഓരോരുത്തെത്താം. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം, ഇതൊക്കെ എന്താ തടി കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്തോളൂ. ഒക്കെ സദക്കയാണ്. കൂടുതൽ ഓരോ അക്ഷരവും സദക്കയാണ്. നല്ല വാക്കുകൾ, വഴി കാണിച്ചു കൊടുക്കല്, വാഹനത്തിൽ കയറാൻ സഹായിക്കല്, ഇതൊക്കെ ചെയ്തോളി. ഇതിലൊന്നും പൈസന്നെ മുടക്കില്ലല്ലോ. വളരെ സന്തോഷമായി. നോലെടുത്തെത്താലോ എവിടെ? സ്വർഗത്തിൽ. അപ്പൊ എന്തായി? ഇതൊക്കെ കൂടി ഇവര് ചെയ്യുന്നുണ്ടപ്പോ ഇതൊക്കെ പണക്കാർ ചെയ്യാൻ തുടങ്ങി. വീണ്ടും ഒരു വന്നു, പ്രവാചകരെ, ഞങ്ങൾ പണ്ടൊരാൾ പറഞ്ഞു ഇപ്പൊ കുടിച്ചതാ കള്ളത്, ഇപ്പോഴാ ഞങ്ങൾ ശരിക്കും തോറ്റത്. എന്തേ? ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനവും ദിക്റും ഒക്കെ പൈസക്കാർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, സമ്പത്ത് അള്ളാന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ വിചാരിച്ച നിങ്ങൾ MBA പഠിച്ചിട്ട് കിട്ടിയതാണ്? SLCയും ഗുസ്തിയും പഠിച്ചോൻ കോടീശ്വരനായില്ലേ നമ്മുടെ നാട്ടിൽ? എന്നാൽ നല്ല കച്ചവടത്തെ പറ്റി സങ്കടമുള്ള ആള് എവിടെയും എത്താതെ പോയില്ലേ? എന്താ കാര്യം? അള്ളാന്റെ അനുഗ്രഹമില്ല. അപ്പൊ അള്ളാന്റെ അനുഗ്രഹം കേട്ടോ. എത്ര റുപ്യ കീശയിലുണ്ട്, എത്ര റുപ്യ ബാങ്കിലുണ്ട്, എത്ര ഏക്കർ ഭൂമി ഉണ്ട്, എത്ര ബിൽഡിംഗ് ഉണ്ട്, ആ കൃത്യ കണക്ക് അള്ളാന്റെ അടുക്കലുണ്ട്. തീർച്ചയായും അതിന് നമ്മൾ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. അത് സക്കാത്തിന്റെ കാര്യം വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. സദക്കയുടെ മാസമാണ്,
പരമാവധി ചെലവഴിക്കണം. അടുത്ത റമളാനിൽ നമ്മുടെ കൂടെ ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ യാതൊരു മാപിനിയുമില്ല എന്ന കാര്യം മനസ്സിലാക്കി ഇബാദത്ത് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും തറാവീഹ് കൊണ്ടും ആത്മാവിനെ ശുദ്ധീകരിക്കുമ്പോ സക്കാത്തിന്റെ മുതൽ കണക്ക് തീർത്ത് കൊടുത്ത് സഹോദരന്മാരെ ധനപരമായ ശുദ്ധിയും വരുത്താൻ ശ്രമിക്കുക. അള്ളാഹു ഈ രണ്ട് ശുദ്ധീകരണവും നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കലും കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. നാളെ റമളാൻ 17 സ്വാഭാവികമായി പരിശുദ്ധ ഖുർആൻ യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച ദിവസം എന്ന് പറഞ്ഞത് ബദർ ദിനത്തെ സംബന്ധിച്ചാണ്. ബദറിന്റെ പശ്ചാത്തലത്തെ പറ്റിയോ അതിന്റെ വിശദീകരണത്തെ പറ്റിയോ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹിജ്റ 2-ാം വർഷം ജമാദുൽ ഊലയിൽ വിശ്വാസികളായ മുസ്ലിങ്ങൾ ഹിജ്റ പോരുമ്പോൾ മക്കയിൽ ഉപേക്ഷിച്ച സ്വത്തുകൾ മുഴുവൻ ശേഖരിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പോയിരിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് മുസ്ലിങ്ങളെ തകർക്കാനാണ് ഉദ്ദേശം എന്ന വിവരം നമ്മുടെ നേതാവിന് കിട്ടിയപ്പോ പ്രവാചകനും അനുയായികളും അബൂ സുഫിയാനെയും സംഘത്തെയും അന്വേഷിച്ച് 15 ദിവസം അന്വേഷിച്ചു. പക്ഷെ കിട്ടിയില്ല. 3 മാസം കഴിഞ്ഞപ്പോ വലിയ ലാഭവുമായി അബൂ സുഫിയാൻ 45 ആളുകളും തിരിച്ചു വരുന്നു എന്ന വിവരം കിട്ടിയപ്പോഴാണ് ബദറിനുള്ള പടപ്പുറപ്പാടുണ്ടാകുന്നത്. വളരെ ചുരുങ്ങിയ ആളുകളും വളരെ ചുരുങ്ങിയ ആയുധങ്ങളും പലരും നോമ്പ് നോറ്റ് ക്ഷീണിച്ച അവസ്ഥയിലാണ് യുദ്ധത്തിന് പോയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുണ്ടായി എന്ന് ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല. ആ ദിവസത്തിന് ഖുർആൻ പറയുന്ന പേര് യൗമുൽ ഫുർഖാൻ. സത്യവും അസത്യവും, യഥാർത്ഥ തൗഹീദും മായം ചേർത്ത തൗഹീദും വേർതിരിഞ്ഞ ദിവസമാണിത്. എന്താ യഥാർത്ഥ തൗഹീദ്? അതാണ് ഈ ബദറിന്റെ സന്ദേശം. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക, ദുആയിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. അതാണ് മായം ചേർക്കാത്ത തൗഹീദ്. അബൂജഹലിന്റെ തൗഹീദോ? അബൂജഹലിന്റെയും അബൂലഹബിന്റെയും തൗഹീദ് ഏതാ? അള്ളാഹുവോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ അവ ഇത്നാ ബിഅദാബിൻ അലീം. അബൂജഹലിന്റെ മുശ്രിക്കുകളുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിഹിം ഇൻദിക്. ഈ ഇസ്ലാം മുഹമ്മദ് നബി പറയുന്ന ഈ മതമാണ് നിന്റെ അടുക്കലുള്ള യഥാർത്ഥ സത്യമതമെങ്കിൽ ഞങ്ങളുടെ നേരെ നീ ചരൽ വർഷം വർഷിപ്പിക്കുകയോ എന്തെങ്കിലും ശിക്ഷ തന്ന് ഞങ്ങളെ നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചതാരോടാ? അള്ളാഹിനോട്. ബദറിന്റെ തലേ ദിവസം നമ്മുടെ നേതാവ് കക്ഷത്തിന്റെ വെളുപ്പ് പുറത്തു കാണുമാറ് കൈബന്ധിച്ച് പ്രാർത്ഥിച്ചതാരോടാ? അള്ളാഹുവിനോട്. പിന്നെ എന്തിനാണ് ഇവർ ബദറിൽ ഏറ്റുമുട്ടിയത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരോട് പ്രാർത്ഥിക്കുക എന്ന സ്വഭാവമാണ് അബൂലഹബും അബൂജഹലുമടക്കമുള്ള മുശ്രിക്കുകൾ കാഴ്ചവെച്ചത്. നിങ്ങൾ നോക്കൂ, ബദറിന്റെ തലേ ദിവസം അള്ളാഹുവിന്റെ റസൂല് ബദറിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ കഅബന്റെ കില്ല പിടിച്ചിട്ട് അബൂലഹബ് പ്രാർത്ഥിച്ച ചരിത്രത്തിലുണ്ട്. എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ അയ്യുനാ കാന അഖ്തഉർ റഹീം വഅതാനാ ബിമാ ലഅനിഫു ഫഅഹിൻഹു ഗദാ. പടച്ചോനെ, ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾ ഏകോദര സഹോദരന്മാരായി ജീവിച്ചിരിക്കെ ഒരു പുതിയ മതവും ഒരു പുതിയ തൗഹീദുമായിട്ട് വന്നിട്ട് ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ബാപ്പനെയും മക്കളിൽ തമ്മിൽ തെറ്റിച്ച് ജ്യേഷ്ഠാന്തന്മാരെ തമ്മിൽ തെറ്റിച്ച് ഈ നാട്ടിലെ എല്ലാ കുഴപ്പത്തിനും നേതൃത്വം കൊടുത്തത് ആരാണ് എന്ന് റബ്ബേ നിനക്കറിയാം. ആ കുഴപ്പക്കാരെ, ഭിന്നിപ്പിന്റെ ആളുകളെ നാളെ ബദറിന്റെ രണാങ്കണത്തിൽ നീ പരാജയപ്പെടുത്തണേ എന്ന് അബൂലഹബും അബൂജഹലടക്കമുള്ള മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അള്ളാഹുവിലേക്ക് അടുക്കാൻ മധ്യവർത്തികളെ തേടി എന്നതാണ് അവരുടെ ശിർക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ബദരീങ്ങൾ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ആയുധമെടുത്തത് ആ ആദർശത്തെ പുലുകി ഞങ്ങൾ ബദരീങ്ങളുടെ ബാധയിലാണെന്നും
അവരെ സ്നേഹിക്കുന്നവരാണെന്നും പറയുമാറ് മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗം ആളുകൾ മാറിപ്പോയി എന്നത് സങ്കടകരമായ സംഗതിയാണ്. സഹോദരന്മാരെ, ശിർക്ക് ഇത്ര ഗൗരവമുള്ള ഒരു സംഗതി ഇല്ലട്ടോ. അതിന്റെ ഗൗരവം കാണണമെങ്കിൽ ഖുർആനിലൊരായത്തുണ്ട്, മാ കാന ലിനബിയ്യിൻ വല്ലദീന ആമനൂ, ഒരു പ്രവാചകനോ വിശ്വാസിക്കോ പാടില്ല അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്ത് മരിച്ചുപോയ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ല. നമ്മൾ ആലോചിച്ചു ഇതിന്റെ ഗൗരവത്തെ, എത്ര ഭയത്തോടെയാണ് ആയത്തുകൾ കേൾക്കേണ്ടത്. ശിർക്ക് ചെയ്ത് മരിച്ചുപോയ ഒരു മനുഷ്യനോട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും അവസരമില്ല. അത്ര അള്ളാഹ് വെറുക്കുന്ന മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകുന്ന ഒന്നാണ് ശിർക്ക്. നാളത്തെ ശനിയാഴ്ച രാവിലെ നമ്മളെ മഹല്ലുകളിൽ പോത്തിനിറക്കുമ്പോഴേ അത് ബദരീങ്ങൾ കാണുന്ന വിശ്വാസം, അതവരറിയുന്ന വിശ്വാസം, അവർ അള്ളാഹിനോട് ശുപാർശ പറയുന്ന വിശ്വാസം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം പ്രാർത്ഥിച്ചിരുന്ന വദ്, സുവാഅ് പോലെയുള്ള വിഗ്രഹങ്ങൾ ആരാന്നറിയോ? റിജാലുൻ സാലിഹീന ഫീ ഖൗമി നൂഹ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളായ അടിമകളായിരുന്നു, നല്ല മനുഷ്യന്മാരായിരുന്നു. ഒരു മരിച്ചപ്പോ അവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനെ എതിർക്കാനാണ് ബദറിൽ സ്വഹാബികൾ ആയുധമെടുത്തത്. ആ ആദർശത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ അറുക്കുന്ന ആള് മൻ ദബഹ ലിഗൈരില്ലാഹി ഫഖദ് അശ്റക, അവൻ ശിർക്ക് വെച്ചു. ഇമാം നബവി രേഖപ്പെടുത്തി, അറുക്കുന്നതോടുകൂടി അറക്കുന്ന ആള്, അറക്കുന്നതിന് മുമ്പ് മുസ്ലിം ആണെങ്കിൽ ഫസാറ മുർതദ്ദ, അറവോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്താ അതിന്റെ ഗൗരവം? അതുകൊണ്ട് അത് മനസ്സിലാക്കണം. ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ പള്ളി ഒരു വർഷം നടത്തിക്കൊണ്ടുപോവല് നമ്മുടെ പള്ളികളിലെ റമദാനിലെ ഇന്നു മുതലുള്ള ദിവസത്തെ കലക്ഷനിലൂടെയാണ്. അത് ബക്കറ്റിൽ 100, 200, 500 ഇട്ട് രക്ഷപ്പെടുന്നതിന് പകരം എല്ലാവരും ഒരു 500, 5000, 10000, 25,000 കൊടുക്കാൻ പറ്റിയ ആളുകൾ ഈ സദസ്സിൽ നാട്ടിലുണ്ട്, എനിക്കറിയാം. അതവർ വ്യക്തിപരമായി കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കണം. നമ്മുടെ പള്ളിയാണ്, വെള്ളിയാഴ്ച കലക്ഷൻ വളരെ ചെറിയ പൈസയാണ്. നമുക്കത് മാസത്തിൽ ഒരാഴ്ച മാത്രമേ കലക്ഷൻ നടത്തുള്ളൂ. നമ്മളെ പള്ളി ഒരു കൊല്ലം നടന്നു പോകുന്നത് ഈ റമദാനിലെ കലക്ഷനിലൂടെയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കവർ കൊടുക്കുന്നുണ്ട്. ആ കവറിൽ 50 ഉറുപ്പിക ഇട്ട് കൊടുത്താലും കമ്മിറ്റിക്കാർ വാങ്ങും. കവർ തരുന്ന അതിനല്ല. ഈ വർഷം ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് സ്ത്രീകളുടെ ഭാഗത്തെ വൃത്തിയാക്കാനും സൗകര്യപ്പെടുത്താനുമാണ്. സഹോദരിമാര് ഇവിടെ നിന്ന് ഖുർആൻ പഠിച്ചു പോകുന്നു. അതിന്റെ സൗകര്യം ഈ പള്ളിയിൽ ഇവരാണ് ചെയ്തു തരുന്നത്. അതിനൊക്കെ ഭാരിച്ച ചെലവുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ കവർ വീട്ടിൽ കൊണ്ടുപോയി ഭർത്താവിനോടും മക്കളോടും ആലോചിച്ചിട്ട് ഒരു സ്വർണ്ണാഭരണം, എന്തെങ്കിലും ഒരു സ്വർണ്ണാഭരണം ആ കവറിൽ ഇട്ടിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ. അത് നിങ്ങളതാണ്. നിങ്ങളിവിടെ വെച്ച് പോണുണ്ടല്ലോ, അത് ആരാ എടുക്കാതെ പറയാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, ബാപ്പിയും ഉമ്മയും ഒന്നും നശിപ്പിക്കാതെ കൊടുക്കാതെ ഉണ്ടാക്കിയ സമ്പത്ത് പിന്നെ വരുന്ന മക്കള് ദൂർത്തടിച്ച് തൂഫാനായി പോയ എത്ര തറവാടുണ്ട് സഹോദരന്മാരെ കേരളത്തിൽ. ഈ ബാപ്പക്കും ഒക്കെ എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. അവര് മക്കൾക്ക് ഉണ്ടാക്കിയതാ, ചെലവാക്കാതെ. എന്നിട്ടോ മക്കളെന്താ ചെയ്തത്? ആലോചിച്ചു, എത്ര ഉണ്ട് അങ്ങനെ. അതുകൊണ്ട് ആ കവർ കിട്ടുന്നത് എല്ലാവരും ഗൗരവമെടുത്ത്, എന്റെ കവറിൽ അസ്സദഖത്തു ബുർഹാനുൻ, ഞാൻ ഒറ്റപ്പെട്ട് കവറിൽ കിടക്കുമ്പോ, ഇരുട്ട് നിറഞ്ഞ കവറിൽ കിടക്കുമ്പോ എനിക്ക് കൂട്ടാളിയായി, സഹായിയായി, സഹായിക്കാനായി ഉണ്ടാവുക ഞാൻ ഈ നൽകുന്ന സദഖയാണ് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി അതിനോട് വളരെ ഗൗരവത്തോടു കൂടി പ്രതികരിക്കണം എന്നാണ് സൂചിപ്പിക്കുവാറുള്ളത്. സക്കാത്ത് കൊടുത്ത് ധനം ശുദ്ധീകരണവും ഇബാദത്ത് ചെയ്ത് മാനസിക ശുദ്ധീകരണം നേടി ലഅല്ലക്കും തത്തഖൂൻ എന്ന ആയത്തിന് അന്വർത്ഥമാക്കുന്ന വിധം ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.